ഐക്യജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥിക്ക് അതിഗംഭീരമായ ഭൂരിപക്ഷത്തിൽ ഇവിടെ നിന്നും വിജയിച്ച് ചെയർപേഴ്സണായി തെരഞ്ഞെടുക്കപ്പെട്ട് ഇവിടെ നിന്ന് പോകാമായിരുന്നു. പക്ഷേ ഞങ്ങൾ ആദ്യം ഈ വർഷം നടന്ന തെരഞ്ഞെടുപ്പിൽ നമുക്ക് കിട്ടിയ ഭൂരിപക്ഷത്തിനെ അട്ടിമറിച്ചുകൊണ്ട് കഴിഞ്ഞ പ്രാവശ്യവും ഇതുപോലെ തന്നെ UDF ഭരണം നഷ്ടപ്പെട്ടു പോയി. ആ UDF നഷ്ടപ്പെടാനുണ്ടായ കാരണം മുസ്ലിം ലീഗ് ഒരു വിട്ടുവീഴ്ച ചെയ്തതാണ്. അന്ന് മുസ്ലിം ലീഗിനായിരുന്നു ഏറ്റവും കൂടുതൽ സീറ്റുണ്ടായിരുന്നത്. പക്ഷേ ആ സീറ്റ് നിലനിൽക്കെ 2 സീറ്റുള്ള കേരള കോൺഗ്രസ് അതിശക്തമായ ഇടപെടൽ നടത്തുകയും പാലായി നഗരസഭയിൽ അവിടെ മുനിസിപ്പൽ ചെയർമാൻ സത്യപ്രതിജ്ഞ കൊണ്ട് എൻ്റെ മണ്ഡലമായ തൊടുപുഴ നഗരസഭയിൽ എൻ്റെ രണ്ട് പേര് അംഗങ്ങളുണ്ട് എങ്കിൽ പോലും മൂന്നാമതാക്കാതെ ആദ്യം തന്നെ സത്യപ്രതിജ്ഞ ചെയ്യാൻ നിങ്ങൾ അനുവാദം തരണമെന്ന് ബഹുമാന്യനായ PJ ജോസഫ് സാറ് ഞങ്ങളോട് പറഞ്ഞപ്പോൾ ഞങ്ങൾ അതിൻ്റെ അകത്ത് യാതൊരു നിസ്സംഗതയും കാണിക്കാതെ ഞങ്ങൾ ഒറ്റക്കെട്ടായി ഒരു തീരുമാനമെടുത്തു. UDF-ലെ പ്രഗത്ഭനായ നേതാവാണ് PJ ജോസഫ് സാറ്. ആ വാക്ക് കേട്ടുകൊണ്ട് 2 സീറ്റുള്ള കേരള കോൺഗ്രസ് ജോസഫ് ജോൺ സാറിനെ ഞങ്ങൾ എല്ലാവരും തീരുമാനിക്കുകയും അവിടെ നിന്ന് കേരള കോൺഗ്രസിനോട് ചെറിയ വ്യത്യാസമുള്ള ആളുകൾ അപ്പുറത്തേക്ക് പോയി വോട്ട് ചെയ്യുകയും ഈ സമയം LDF കൂറുമാറ്റത്തിലൂടെ ഭരണം കൈയടക്കുകയുമാണ് ചെയ്തത്. ഇപ്രാവശ്യവും നമുക്ക് ഗംഭീര ഭൂരിപക്ഷത്തിൽ ജയിക്കാമായിരുന്നു. ഇന്നലെയും കഴിഞ്ഞ ദിവസങ്ങളിൽ എല്ലാം ഞങ്ങൾ പല രീതിയിലുള്ള ചർച്ചകൾ നടത്തി. ഞങ്ങൾക്ക് 6 സീറ്റുണ്ട് മുസ്ലിം ലീഗിന്. പക്ഷേ ഞങ്ങൾ 6 മാസമാണ് അവരോട് ചോദിച്ചത്. പക്ഷേ അവർ തരില്ല എന്ന് തന്നെ അവർ പറയുകയാണ്. അതുകൊണ്ട് 5 സീറ്റുള്ള കോൺഗ്രസ്, 6 സീറ്റുള്ള മുസ്ലിം ലീഗ്. അതുകൊണ്ട് 1.5 വർഷക്കാലത്തിൽ വെറും 6 മാസമാണ് ഞങ്ങൾ ചോദിച്ചത്. ആ 6 മാസവും ഞങ്ങൾക്ക് തരില്ല എന്ന് കർക്കശമായ നിലപാടാണ് കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടായത്. അപ്പോൾ ഞങ്ങൾക്ക് വേറെ തീരുമാനമൊന്നും എടുക്കാൻ കഴിയാതെ വന്നു. അതുകൊണ്ട് ഞാൻ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അതോടൊപ്പം ദീപക് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയുമായിട്ട് മത്സരിച്ചു. ഞങ്ങളുടെ ആദ്യ റൗണ്ടിൽ ഞാൻ ഔട്ടായി. 2ാമത്തെ റൗണ്ടിൽ 3 പേര് മത്സരത്തിരംഗത്ത് വന്നു. 2ാമത്തെ റൗണ്ടിൽ BJP ഔട്ടായി. 3ാമത്തെ റൗണ്ടിൽ ദീപക്കും സബീന ബിഞ്ചുമായിട്ടുള്ള മത്സരമാണ് നടന്നത്. ഞങ്ങളൊരു അപകടം അവിടെ കണ്ടു. ഞങ്ങൾ ആ അപകടം മനസ്സിലാക്കിയാണ് ഞങ്ങൾ മുസ്ലിം ലീഗിന്റെ 5 പേരും കൃത്യമായി വോട്ട് രേഖപ്പെടുത്തിയത്. BJPയുടെ വോട്ട് ഉണ്ടാകും, അല്ലെങ്കിൽ BJPയുടെ വോട്ട് മേടിച്ച് വിജയിക്കാൻ സാധ്യതയുണ്ടെന്ന് മനസ്സിലാക്കിയപ്പോഴാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. ഈ തീരുമാനം ഞങ്ങളുടെ പാർട്ടി ഏൽപ്പിച്ച തീരുമാനമാണ്. എന്നും മുസ്ലിം ലീഗ് UDF-നൊപ്പം നിൽക്കുന്ന കക്ഷിയാണ്. UDF-ന് വേണ്ടി ത്യാഗം ചെയ്യുന്ന കക്ഷിയാണ്. എന്ത് വിട്ടുവീഴ്ചയും ചെയ്യുന്ന കക്ഷിയാണ് മുസ്ലിം ലീഗ്. ആ മുസ്ലിം ലീഗ് പ്രസ്ഥാനത്തിനെ കോൺഗ്രസ് വഞ്ചിച്ചിരിക്കുകയാണ്. ഈ കോൺഗ്രസ് പ്രസ്ഥാനം മുസ്ലിം ലീഗിനെ വഞ്ചിച്ചത് കൊണ്ടാണ് ഇതുപോലുള്ള ഒരു തീരുമാനം, അപകടം മനസ്സിലാക്കിയാണ് ഞങ്ങൾ ഈ തീരുമാനമെടുത്തത്. ഈ തീരുമാനം തൊടുപുഴയിലെ ജനത സ്വീകരിക്കുമെന്ന് തന്നെയാണ് ഞങ്ങൾ വിശ്വസിക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ അങ്ങനെ വോട്ട് ചെയ്ത് ഇപ്പം CPM-ന്റെ സബീന ബിഞ്ചുവാണ് ഇപ്പം ചെയർപേഴ്സണായി തിരഞ്ഞെടുക്കപ്പെട്ടത്.